കൃഷ്ണ. അങ്ങനെ ഒരു രാമായണക്കാലം കൂടി എത്തിച്ചേർന്നു. മിഥുന രാശിയിൽ നിന്ന് കർക്കിടക രാശിയിൽ സൂര്യൻ വരുന്നു. ഈ കാലത്ത് ഭൂമിയിൽ ക്ലേശതയും കഷ്ടതയും നിറയുന്ന ഒരു കാലം. ഈ കാലങ്ങളിൽ ഈശ്വരനാമങ്ങൾ കൊണ്ട് മാത്രമേ മാറ്റുവാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ആചാര്യന്മാർ ചിട്ടപ്പെടുത്തി വച്ചതാണ് രാമായണ മാസാചരണം. ഈ ദിനങ്ങളിലെല്ലാം കേരളീയ ഭവനങ്ങളിൽ ശ്രീരാമചരിതം ഉയരുന്നു. ഭാരതത്തിലെ ആദ്യത്തെ കൃതി എന്നത് വാൽമീകി മുനിയുടെ രാമായണമാണ്. പൂർണ്ണമായ സംസ്കൃതത്തിലെ രാമായണത്തിൽ 7 കാണ്ഡങ്ങളിലായി തിരിച്ചിരിക്കുന്നു. 24,000 ശ്ലോകങ്ങളുണ്ട് കേട്ടോ. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, അരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം എന്നിങ്ങനെയാണ് 7 കാണ്ഡങ്ങൾ. വാൽമീകി രാമായണത്തിൽ ശ്രീരാമനെ ഒരു മനുഷ്യനായി ചിത്രീകരിച്ചിരിക്കുന്നു. എന്നാൽ ആധ്യാത്മിക രാമായണത്തിൽ ശ്രീരാമനെ മഹാവിഷ്ണുവായി പരാമർശിച്ചിരിക്കുന്നു. ആധ്യാത്മിക രാമായണം ഉള്ളത് ബ്രഹ്മപുരാണത്തിലാണ്. ഇതിനെ ഭാഷാപിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ് ആധ്യാത്മിക രാമായണം കിളിപ്പാട്ട്.